Good morning. ഫസ്റ്റ് ടീച്ചർ മിസ് ആയിരുന്നല്ലോ നിങ്ങൾക്ക്. അവരുടെ ടീച്ചർ കയറും കേട്ടാ. ഫസ്റ്റ് ഞാൻ എടുക്കുന്നേ. വേഗം നോട്ട് എടുത്തോ. നോട്ട് എടുത്തോ. യെസ്, ഓക്കെ. നമ്മുടെ ലാസ്റ്റ് ഭാഗത്തായിരുന്നു അല്ലെ, ലാസ്റ്റ് എത്തിയായിരുന്നു റേഡിയോളജിയുടെ. ദ അഡ്മിനിസ്ട്രേഷൻ മസ്റ്റ് മേക്ക് ഷുവർ ദ ഫോളോയിങ്. അഡ്മിനിസ്ട്രേഷൻ ഉറപ്പുവരുത്തേണ്ട കാര്യങ്ങൾ എന്തൊക്കെയായിരുന്നു എന്നായിരുന്നു നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ നോക്കിയത്. അതിൽ 5 പോയിന്റ് പറഞ്ഞു അല്ലെ. 5 പോയിന്റ് കംപ്ലീറ്റ് ആയില്ലായിരുന്നോ അല്ലേ? ഓക്കെ അല്ലേ? ഓക്കെ, 5 പോയിന്റ് പറഞ്ഞു എന്നാണ് എന്റെ ഓർമ്മ. അപ്പൊ നമ്മുടെ ഫസ്റ്റ് പോയിന്റിൽ എന്താ പറഞ്ഞേക്കുന്നത്? അപ്പോയിന്റ്മെന്റ് സിസ്റ്റം ഫോർ വാർഡ് പേഷ്യന്റ് ഷുഡ് ബി സോ പ്ലാൻഡ് ദാറ്റ് ഇൻപേഷ്യന്റ് നീഡ് നോട്ട് ഹാവ് ടു വെയിറ്റ് എക്സസീവ്ലി. അവിടെ കിടക്കുന്ന ഇൻപേഷ്യൻസിന് അധിക സമയം വെയിറ്റ് ചെയ്യാത്ത രീതിയിൽ അപ്പോയിന്റ്മെന്റ് സിസ്റ്റം പ്ലാൻഡ് ആയിരിക്കണം എന്ന് പറഞ്ഞു. പിന്നെ അത് രണ്ടാമത്തെ പോയിന്റിൽ എന്താ? ഹോസ്പിറ്റൽ പോളിസി അനുസരിച്ച് ഡിപ്പാർട്ട്മെന്റ് ടൈമിംഗ് ഫോളോ ചെയ്യണം. ഡിപ്പാർട്ട്മെന്റ് ടൈമിംഗ് ആർ ഫോളോഡ് അക്കോർഡിംഗ് ടു ദ ഹോസ്പിറ്റൽ പോളിസി. പിന്നെ മൂന്നാമത്തെ, നോൺ എസെൻഷ്യൽ വെയിറ്റിംഗ് ടൈം ഷുഡ് ബി അവോയ്ഡഡ്. അധികമായിട്ട് വെയിറ്റ് ചെയ്യുന്നത് അത് എന്ത് ചെയ്യുക? ഒഴിവാക്കുക. അവോയ്ഡഡ് എന്ന് പറഞ്ഞാൽ ഒഴിവാക്കുക എന്നുള്ളത്, ഒഴിവാക്കുക. പിന്നെ അടുത്ത് പ്രിവെന്റീവ് മെയിൻ്റെനൻസ് ഓഫ് മെഷീൻസ് ആൻഡ് എക്യുപ്മെന്റ്സ്. മെഷീൻസിന്റെയും എക്യുപ്മെന്റ്സിന്റെയും പ്രിവെന്റീവ് മെയിൻ്റെനൻസ് നടത്തണം. പിന്നെ അടുത്തത് 5ാമത്തെ പോയിന്റ് പറഞ്ഞത്, ദ റേഡിയോളജി ഡിപ്പാർട്ട്മെന്റ് മസ്റ്റ് മെയിൻറ്റെയിൻ ആൻ എഫക്റ്റീവ് working relationship with the medical staff, the administration and other hospital department and services. റേഡിയോളജി ഡിപ്പാർട്ട്മെന്റ് എന്ന മറ്റുള്ള മെഡിക്കൽ സ്റ്റാഫുകൾ, അഡ്മിനിസ്ട്രേഷൻ, മറ്റുള്ള ഹോസ്പിറ്റലിലെ ഡിപ്പാർട്ട്മെന്റ്സും ഒക്കെ ആയിട്ട് നല്ലൊരു വർക്കിംഗ് റിലേഷൻഷിപ്പ് ഉണ്ടായിരിക്കണം. 5 പോയിന്റ്സ് ആണ് കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞത്. ഓക്കെ, ഇനി അടുത്തത് 6ാമത്തെ പോയിന്റ് നോക്കാം. Assessment of the quality and the exactness of radiology services. Okay, assessment, assess ചെയ്യാന്ന് വെച്ചാൽ വിലയിരുത്തുക, വിലയിരുത്തുക of the quality and the exactness. exactness കൃത്യത. റേഡിയോളജി സർവീസിന്റെ ക്വാളിറ്റിയും എക്സാക്ട്നെസ് കൃത്യതയും വിലയിരുത്തുക. ഇത് അഡ്മിനിസ്ട്രേഷൻ ഉറപ്പുവരുത്തേണ്ട കാര്യമാണ്. ഓക്കെ, റേഡിയോളജി സർവീസിന്റെ ക്വാളിറ്റിയും എക്സാക്ട്നെസ് എന്ന് പറഞ്ഞ കൃത്യതയും വിലയിരുത്തുക. നെക്സ്റ്റ് പോയിന്റ്, 7th പോയിന്റില്, ഓൾ ദ റിപ്പോർട്ട്സ് ആർ ടു ബി സൈൻഡ് ബൈ റേഡിയോളജിസ്റ്റ്. എല്ലാ റിപ്പോർട്ടും റേഡിയോളജിസ്റ്റ് സൈൻ ചെയ്യണം. എല്ലാ റിപ്പോർട്ടും ആരാണ്? റേഡിയോളജിസ്റ്റ് സൈൻ ചെയ്യണം. റേഡിയോളജിസ്റ്റ് എന്ന് പറഞ്ഞാൽ മെഡിക്കൽ ഡോക്ടർ ആണ്. റേഡിയോളജിസ്റ്റ് ആർ മെഡിക്കൽ ഡോക്ടർ that specialize in diagnosing and treating injuries and disease using imaging or radiology. ഈ ഇമേജിംഗ് ടെക്നോളജി ഒക്കെ ഉപയോഗിച്ചിട്ട് ഡിസീസുകൾ ഡയഗ്നോസ് ചെയ്യും അതിനെ ട്രീറ്റ് ചെയ്യുകയും ചെയ്യുന്ന ഒരു മെഡിക്കൽ ഡോക്ടറെയാണ് റേഡിയോളജിസ്റ്റ് എന്ന് പറയുന്നത്. റേഡിയോളജിസ്റ്റ് അതൊന്ന് എഴുതിക്കോട്ടോ. നോട്ട് തരാം അതിന്റെ. റേഡിയോളജിസ്റ്റ് താഴെ റേഡിയോഗ്രാഫർ വരുന്നുണ്ട്, അതുകൊണ്ട് ആ നോട്ട് ഒന്ന് എഴുതിക്കോ. റേഡിയോളജി. അപ്പൊ ഇവിടെ എന്താ പറഞ്ഞേക്കുന്നത്? 7th പോയിന്റില് ഓൾ ദ റിപ്പോർട്ട്സ് ആർ ടു ബി സൈൻഡ് ബൈ റേഡിയോളജിസ്റ്റ്. അപ്പൊ ഇവിടെ എക്സാമിന് ചോദിക്കാം, ഇൻ റേഡിയോളജി ഡിപ്പാർട്ട്മെന്റ് ഓൾ ദ റിപ്പോർട്ട്സ് ആർ ടു ബി സൈൻഡ് ബൈ ഡാഷ്. ആര് സൈൻ ചെയ്യുന്ന പറഞ്ഞേക്കണേ? റേഡിയോളജിസ്റ്റ്. റേഡിയോളജിസ്റ്റ് എല്ലാ റിപ്പോർട്ടും സൈൻ ചെയ്യണം. എഴുതിക്കോ, റേഡിയോളജിസ്റ്റ്. റേഡിയോളജിസ്റ്റ് ആർ medical doctor. Radiologists are medical doctor. Medical doctor. Radiologists are medical doctor that specialize
that specialize, SPECIALIZE, specialize in diagnosing and treating, diagnosing and treating, TREATING, treating injuries, INJURIES, injuries and disease using medical imaging, using medical imaging or radiology, medical imaging or radiology. മെഡിക്കൽ ഇമേജിങ്ങിനെയാണ് റേഡിയോളജി എന്ന് പറയുന്നത്. മെഡിക്കൽ ഇമേജിങ്ങോ അല്ലെങ്കിൽ റേഡിയോളജി ഉപയോഗിച്ചിട്ട് ഡിസീസ് ഡയഗ്നോസ് ചെയ്യാനും അതുപോലെ തന്നെ ട്രീറ്റ്മെന്റ് ഒക്കെ നൽകുന്ന ഒരു മെഡിക്കൽ ഡോക്ടറെയാണ് റേഡിയോളജിസ്റ്റ് എന്ന് പറയുന്നത്. ഒന്നുകൂടി ഞാൻ പറയാം, ശ്രദ്ധിക്കാം. റേഡിയോളജിസ്റ്റ് ആർ മെഡിക്കൽ ഡോക്ടർ that specialize in diagnosing and treating injuries, INJURIES, and disease, injuries and disease using medical imaging or radiology, medical imaging or radiology. Okay, എല്ലാ റിപ്പോർട്ട്സും റേഡിയോളജിസ്റ്റ് സൈൻ ചെയ്യണം. ഇനി നോക്കിയേ നെക്സ്റ്റ് പോയിന്റ്, 8th പോയിന്റ്. There should be well trained and registered radiographers. അവിടെ റേഡിയോളജി ഡിപ്പാർട്ട്മെന്റിൽ നല്ല ട്രെയിൻഡ് ആയിട്ടുള്ള രജിസ്റ്റേർഡ് ആയിട്ടുള്ള റേഡിയോഗ്രാഫേഴ്സ് ഉണ്ടായിരിക്കണം. At least one should be available on call all time. ഏത് ടൈമിലും വിളിച്ചാൽ കിട്ടുന്ന രീതിയിൽ ഒരു റേഡിയോഗ്രാഫർ എപ്പോഴും അറ്റ്ലീസ്റ്റ് വൺ എന്ന് പറഞ്ഞേക്കണം, ഒരാളെങ്കിലും അവിടെ ഉണ്ടായിരിക്കണം, റേഡിയോളജി ഡിപ്പാർട്ട്മെന്റിൽ ഉണ്ടായിരിക്കണം. ഈ റേഡിയോഗ്രാഫർ എന്ന് പറഞ്ഞാൽ അവര് ടെക്നിക്കൽ സ്പെഷ്യലിസ്റ്റ് ആയിരിക്കും. മെഡിക്കൽ ഡോക്ടർ ആവണമെന്നില്ല, ടെക്നിക്കൽ സ്പെഷ്യലിസ്റ്റ് ആണ് റേഡിയോഗ്രാഫർ എന്ന് പറയുന്നത്. റേഡിയോഗ്രാഫർ എന്ന് പറഞ്ഞേക്കുന്നത് there should be well trained and registered radiographers. At least one should be available on call all time. ഏത് ടൈമിലും വിളിച്ചാൽ കിട്ടുന്ന രീതിയിൽ ഒരു റേഡിയോഗ്രാഫർ എങ്കിലും അവിടെ റേഡിയോളജി ഡിപ്പാർട്ട്മെന്റിൽ അവൈലബിൾ ആയിരിക്കണം. ഓക്കെ, അടുത്ത റെക്കോർഡ് റേഡിയോഗ്രാഫേഴ്സ്. റേഡിയോഗ്രാഫേഴ്സ് RADIOGRAPHERS. Radiographers are the technical specialist. The technical TECHNICAL, technical specialist, SPECIALISTS, specialist that deliver DELIVER, deliver and facilitate, FACILITATE, facilitate most radiological procedures. Radiographers are the technical specialists that deliver and facilitate most radiological procedures. Next, full stop oru sentence podi edutha. A radiographer is not a medical doctor. Radiographer is not a medical doctor. It's not a medical doctor. Okay,
അപ്പൊ നമ്മൾ എന്താ പറഞ്ഞേക്കുന്നത്, നല്ല ട്രെയിൻഡ് ആയിട്ടുള്ള രജിസ്ട്രേഡ് ആയിട്ടുള്ള ഒരു റേഡിയോഗ്രാഫർ ഏത് സമയത്ത് വിളിച്ചാൽ കിട്ടാവുന്ന രീതിയിൽ ആ റേഡിയോളജി ഡിപ്പാർട്ട്മെന്റിൽ അവൈലബിൾ ആയിരിക്കണം. നെക്സ്റ്റ് ലാസ്റ്റ് പോയിന്റ്, the standard and regulation of atomic energy regulatory board. ഇത് നമ്മൾ നേരത്തെ എക്സ്പാൻഡഡ് ഫോം പഠിച്ചതാണ്, AERB എന്ന് പറയുന്നത്. The standard and regulation of atomic energy regulatory board and the division of radiological protection, Baba Atomic Research Center BARC should be clung to. എന്താ പറഞ്ഞേക്കുന്നത്, അറ്റോമിക് എനർജി റെഗുലേറ്ററി ബോർഡിന്റെ നിലവാരവും അതുപോലെ നിയന്ത്രണവും, സ്റ്റാൻഡേർഡ് ആൻഡ് റെഗുലേഷൻ, അറ്റോമിക് എനർജി റെഗുലേറ്ററി ബോർഡിന്റെ നിലവാരവും നിയന്ത്രണങ്ങളും, അതുപോലെ റേഡിയോളജിക്കൽ പ്രൊട്ടക്ഷന്റെ ഡിവിഷനും ആൻഡ് ഡിവിഷൻ ഓഫ് റേഡിയോളജിക്കൽ പ്രൊട്ടക്ഷൻ, റേഡിയോളജിക്കൽ പ്രൊട്ടക്ഷന്റെ ഡിവിഷനും ബാബ അറ്റോമിക് റിസർച്ച് സെന്റർ അനുസരിച്ച് വേണം, ബാബ അറ്റോമിക് റിസർച്ച് സെന്റർ അനുസരിച്ച് വേണം ചെയ്യാൻ. The standard and the regulation of atomic energy regulatory board, ശ്രദ്ധിക്കാം, അറ്റോമിക് എനർജി റെഗുലേറ്ററി ബോർഡിന്റെ നിലവാരവും നിയന്ത്രണവും ഉണ്ട്. അതാണ് ഫസ്റ്റ് സെന്റർ, ദ സ്റ്റാൻഡേർഡ് ആൻഡ് റെഗുലേഷൻ ഓഫ് അറ്റോമിക് എനർജി റെഗുലേറ്ററി ബോർഡ്. അറ്റോമിക് എനർജി റെഗുലേറ്ററി ബോർഡിന്റെ നിലവാരവും നിയന്ത്രണവും, അതുപോലെ റേഡിയോളജിക്കൽ പ്രൊട്ടക്ഷന്റെ ഡിവിഷനും, റേഡിയോളജിക്കൽ പ്രൊട്ടക്ഷന്റെ ഡിവിഷനും ബാബ അറ്റോമിക് റിസർച്ച് സെന്റർ അനുസരിച്ച് വേണം. ഓക്കെ, അപ്പൊ ഇത്രയും കാര്യങ്ങൾ അഡ്മിനിസ്ട്രേഷൻ ഉറപ്പുവരുത്തേണ്ട കാര്യങ്ങളാണ്. ഓക്കെ, അനുസരിച്ച് വേണം, അതാണ് ഷുഡ് ബി ക്ലങ് ടു. ബാബ അറ്റോമിക് റിസർച്ച് സെന്റർ അനുസരിച്ച് വേണം ചെയ്യാൻ. അപ്പൊ ഇനി ഇതിനകത്ത് കുറച്ച് ക്വസ്റ്റ്യൻസ് എഴുതാം കേട്ടോ. കുറച്ച് ക്വസ്റ്റ്യൻസ് ഉള്ള എക്സ്ട്രാ ക്വസ്റ്റ്യൻസ് കുറച്ച് എഴുതി വെക്കാം. ഓക്കെ, ഫസ്റ്റ് ക്വസ്റ്റ്യൻ എഴുതിക്കോ. In radiology, the diagnosis and treatment of disease and treatment of disease by using dash. In radiology, the diagnosis and treatment of disease by using dash. In radiology, the diagnosis and treatment of disease by using printed note in the first ഉണ്ടല്ലോ, സെയിം സെന്റൻസ് തന്നെ കിടക്കുന്നുണ്ട്. ഇമേജിംഗ് ടെക്നോളജി. എന്ത് ടെക്നോളജിയാ? ഇമേജിംഗ് ടെക്നോളജി. കണ്ടോ ഫസ്റ്റ് സെന്റൻസ്, the diagnosis and the treatment of disease by using imaging technologies. Second question, imaging and treatment of blood vessel. Imaging and treatment of blood vessel. Blood vessels. എന്താ പറയുന്നേ? Imaging and treatment of blood vessels. Imaging and treatment of blood vessels. ഏതാ? ഇന്റർവെൻഷണൽ റേഡിയോളജിയിൽ കിടക്കുന്നുണ്ട്.
ആൻസർ കിട്ടിയോ? Imaging and treatment of blood vessels. Okay, angiography. 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 Next question. പഠിക്കാത്തവര് ഇതിന്റെ ഒപ്പം പഠിച്ചു പോകുക കേട്ടോ. ക്വസ്റ്റ്യൻ എഴുതുന്നതിന്റെ ഒപ്പം തന്നെ പഠിച്ചു പോകുക. The procedure, third question. The procedure that is done. The procedure that is done to create image within the body, especially especially the bone is called dash. പ്രത്യേകിച്ച് ബോണിന്റെ കാര്യത്തിൽ ചെയ്യുന്ന ഇമേജിംഗ് ടെക്നോളജിയാ? ഓക്കെ, എക്സ്റേ. The procedure that is done to create image within the body, especially the bone, is called X-ray. Next question. Radiology department should be located on dash floor. Radiology department should be located on dash floor. This floor ആണ് ground floor. Okay. Message ചെയ്തിട്ടുണ്ട് ചിലരൊക്കെ. നിങ്ങൾ എഴുതേണ്ട ഇടയ്ക്ക് ടൈം കിട്ടാത്തതുകൊണ്ടായിരിക്കും എല്ലാവരും മെസ്സേജ് ഇടാത്ത. എങ്കിലും 1-2 പേര് ചെയ്തത്. അപ്പൊ നമുക്ക് ആൻസർ നിങ്ങൾക്ക് അറിയാലോ. ഓക്കെ, റേഡിയോളജി ഡിപ്പാർട്ട്മെന്റ് ഷുഡ് ബി ലൊക്കേറ്റഡ് ഓൺ ഗ്രൗണ്ട് ഫ്ലോർ. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. Radiology department, next question. Radiology department should be easily reachable to dash. Radiology department should be easily reachable to dash. Options are OPD patients. Option A, OPD patient. Option B, inpatients. Option C, emergency department. Option D, all of the above. Okay, all of the above. എല്ലാം വരുന്നില്ലേ? അത് ലൊക്കേഷനിലെ എത്ര? ഫസ്റ്റ്, സെക്കൻഡ്, തേർഡ്, ഫോർത്ത് പോയിന്റ് should be easily reachable to OPD patients, inpatients, emergency department. എല്ലാത്തിനോടും ചേർന്നായിരിക്കണം. അതിൽ നിന്നൊക്കെ പെട്ടെന്ന് എല്ലാ ഡിപ്പാർട്ട്മെന്റ്, OPD പേഷ്യന്റ്, ഇൻപേഷ്യന്റ്, എമർജൻസി ഡിപ്പാർട്ട്മെന്റിൽ നിന്നൊക്കെ പെട്ടെന്ന് എളുപ്പത്തിൽ എത്താവുന്ന സ്ഥലമായിരിക്കണം റേഡിയോളജി ഡിപ്പാർട്ട്മെന്റ് എന്ന് പറയുന്നത്. Next question. Radiologist office handily, handily located close by the dash. എവിടെയായിരിക്കണം എന്ന് പറഞ്ഞേ? റേഡിയോളജിസ്റ്റ് ഓഫീസ് ഹാൻഡ്ലി ലൊക്കേറ്റഡ് ക്ലോസ് ബൈ ദ. ഓക്കെ, വെരി ഗുഡ്. എക്സ്റേ റൂം. Next question. Leukemia is
also called dash. Leukemia is also called dash. Leukemia is also called dash. Leukemia അറിയപ്പെടുന്ന മറ്റു പേര് ഏതാ? Blood cancer. Okay. Blood cancer. Blood cancer. Leukemia is also called blood cancer. Next question. Expand. Expand. AERB. AERB. Expand. AERB. Expanded form. Atomic Energy Regulatory Board. Okay, very good. Atomic Energy Regulatory Board. Atomic Energy Regulatory Board. Next question. Radiology room. Radiology rooms. Radiology rooms are secluded. Radiology rooms are secluded. SECLUDED. Secluded that people cannot come dash meter of its outside wall. എത്ര മീറ്റർ ഡിസ്റ്റൻസ് വേണമെന്ന് പറഞ്ഞേക്കുന്നേ? 1 meter. ശ്രദ്ധിച്ചേ, 1 meter. Okay, radiology rooms are secluded that people cannot come 1 meter of its outside wall. Okay. Next question. In radiology room, windows are avoided to dash. എന്തിനു വേണ്ടിയിട്ടാണ് വിൻഡോ അവോയ്ഡ് ചെയ്തേക്കുന്നത്? In radiology room, windows are avoided to dash. പെനിട്രേറ്റ് ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ട് അല്ലേ? ഇതിനു വേണ്ടിയിട്ടാ lessen the penetration of radiation in the nearby area. Penetration കുറയ്ക്കുന്നതിന് വേണ്ടിയിട്ട് റിസ്ക് ലെസൺ എന്നുള്ള വാക്ക് എഴുതി ചേർക്കാട്. അതുകൂടി വേണം. lessen the penetration of radiation. Lessen the penetration of radiation in the nearby area. തൊട്ടടുത്തുള്ള ഏരിയയിലേക്കൊക്കെ ആ റേഡിയേഷൻ പെനിട്രേറ്റ് ചെയ്ത് പോകാതിരിക്കുന്നതിന് വേണ്ടി, അതിന്റെ കുറയ്ക്കുന്നതിന് വേണ്ടിയിട്ടാണ് റേഡിയോളജി ഡിപ്പാർട്ട്മെന്റിൽ നമ്മൾ വിൻഡോസ് അവോയ്ഡ് ചെയ്യണമെന്ന് പറയുന്നത്. Okay, lessen the penetration of radiation in the nearby area. Okay. Next question. Install 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 X-ray machine. Install X-ray machine in the dash of the X-ray room. Install X-ray machine in the dash of the X-ray room. ഇവിടെ വെക്കണെന്താ പറഞ്ഞേക്കുന്നേ? കോർണറില്, എക്സ്റേ റൂമിന്റെ കോർണറില് ഈ എക്സ്റേ മെഷീൻസ് വെക്കണം. ഇൻസ്റ്റാൾ എക്സ്റേ മെഷീൻ ഇൻ ദ കോർണർ. ഇതിന് വേണ്ടിയിട്ടാ
so that there is a enough moving space. ആവശ്യത്തിന് അതിവിടെ മൂവിംഗ് സ്പേസ് കിട്ടുന്നതിന് വേണ്ടിയിട്ട് ഒരു കോർണറിൽ വെക്കണം. നെക്സ്റ്റ്, radiation protection is also known as dash. Radiological protection, very good. Radiation protection also known as radiological protection. Radiation protection is also known as radiological protection. Next question. Dash is the protection of individual members. Dash is the protection of individual members of the public and of the population in general. Dash is the protection of individual members of the public and of the population in general. ഏത് പ്രൊട്ടക്ഷൻ? occupational radiation protection ആണോ, medical radiation protection ആണോ, public radiation protection ആണോ? Okay, public എന്ന് പറയുമ്പോൾ public radiation protection. Occupation എന്ന് പറഞ്ഞാൽ protection of workers, അവിടുത്തെ സ്റ്റാഫുകളുടെ പ്രൊട്ടക്ഷൻ ഉദ്ദേശിച്ചുകൊണ്ടുള്ളത്. മെഡിക്കൽ റേഡിയേഷൻ പ്രൊട്ടക്ഷൻ എന്ന് പറഞ്ഞാൽ which is the protection of patients, പേഷ്യന്റിന്റെ പ്രൊട്ടക്ഷൻ ഉദ്ദേശിച്ചുകൊണ്ടുള്ളത്. പബ്ലിക് എന്ന് പറഞ്ഞാൽ പൊതുജനത്തിന്റെയും പൊതുസമൂഹത്തിന്റെയും ഒക്കെ പ്രൊട്ടക്ഷൻ ആണ് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, ഇതിനകത്ത് ആൻസർ പബ്ലിക് റേഡിയേഷൻ പ്രൊട്ടക്ഷൻ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. Department timing are followed. Department timing are followed according to the dash. Department timing are followed according to the dash. എന്തനുസരിച്ച് ഫോളോ ചെയ്യണമെന്ന് പറഞ്ഞേക്കുന്നേ? ഹോസ്പിറ്റൽ പോളിസി. ഓക്കെ, ഹോസ്പിറ്റൽ പോളിസി അനുസരിച്ച് ഡിപ്പാർട്ട്മെന്റ് ടൈമിംഗ് ഫോളോ ചെയ്യണം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. Adequate distance between machine and control panel is dash. എത്ര മീറ്റർ? 3 മീറ്റർ. അത് പ്രീവിയസ് ഇയറിൽ ചോദിച്ചിട്ടുണ്ട് കേട്ടോ. സെയിം. Adequate distance between machine and control panel is 3 mt, 3 meter. ഓക്കെ, ഇത് എക്സാമിന് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്, പ്രീവിയസ് ഇയറിൽ ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. Dash is an instrument
Dash is an instrument that measure exposure to ionizing radiation over a given period. Ionizing radiation over a given period. ഏതാ റേഡിയേഷൻ മെഷർ ചെയ്യുന്ന ഇൻസ്ട്രുമെന്റ്? ഡോസിമീറ്റർ. അതും ചോദിച്ചിട്ടുണ്ട് കേട്ടോ. ഡോസിമീറ്റർ. ഇവിടെ എക്സാമിന് ചോദിച്ചത് ഈ വേറെ രീതിയിലായിരുന്നു ക്വസ്റ്റ്യൻ. ഡോസിമീറ്റർ അത് എഴുതണമെന്നില്ല, ഒന്ന് കേട്ടാൽ മതി. ഡോസിമീറ്റർ ഈസ് യൂസ്ഡ് ടു അസസ് ദ അബ്സോർബ്ഡ് റേറ്റ് ഓഫ് ഡാഷ്. അങ്ങനെയായിരുന്നു പ്രീവിയസ് ഇയറിലും ചോദിച്ചത്. അതിനകത്ത് ഓപ്ഷൻസ് ലൈറ്റ്, ഓപ്ഷൻ ബിയില് ഹീറ്റ്, ഓപ്ഷൻ സിയില് തന്നത് റേഡിയേഷൻ, ഓപ്ഷൻ ഡിയില് സ്റ്റീം എന്നായിരുന്നു. ഇതറിയാലോ, ഡോസിമീറ്റർ കണ്ടു കഴിഞ്ഞാൽ റേഡിയേഷൻ മെഷർ ചെയ്യുന്ന ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആൻസർ. തിരിച്ചായിരുന്നു എക്സാമിന് ചോദിച്ചത് കേട്ടോ. Dosimeter is used to assess the absorbed rate of dash. അങ്ങനെയായിരുന്നു ക്വസ്റ്റ്യൻ ചോദിച്ചത് കേട്ടോ. ഓക്കെ, അതിനകത്ത് ഓപ്ഷൻ എയില് ലൈറ്റ് എന്നായിരുന്നു, ഓപ്ഷൻ ബിയില് ഹീറ്റ്, ഓപ്ഷൻ സി തന്നിരുന്ന റേഡിയേഷൻ, ഓപ്ഷൻ ഡി സ്റ്റീം എന്നായിരുന്നു കേട്ടോ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. In radiology, all the reports are signed by dash. ഇപ്പൊ പഠിച്ചതാ നമ്മള്. In radiology, all the reports are signed by dash. എല്ലാ റിപ്പോർട്ട്സും ആര് സൈൻ ചെയ്യണമെന്നാ പറഞ്ഞേ? ഓക്കെ, വെരി ഗുഡ്. റേഡിയോളജിസ്റ്റ്. In radiology, all the reports are to be signed by radiologist. Okay. ഇത്രയും ക്വസ്റ്റ്യൻസ് ഒക്കെ ഉണ്ട്. ഇനിയിപ്പോ ഇതിനകത്ത് നിന്നുള്ളത് ഞാൻ ഓപ്ഷൻസ് ഉള്ളത് ഇതൊന്നും അധികം തന്നിട്ടില്ല, അതൊക്കെ നിങ്ങൾ ഓൾറെഡി എഴുതിയിട്ടുണ്ട്. ഇതിനകത്ത് റേഡിയേഷൻ റിസ്കുകള്, ഫിസിക്കൽ ഫെസിലിറ്റി ആൻഡ് സ്പേസ് നെസസിറ്റിയിൽ നിന്നുള്ള ക്വസ്റ്റ്യൻ. പിന്നെ അതുപോലെ തന്നെ റേഡിയേഷൻ റിസ്കുകളിൽ സിവിയർ എഫക്റ്റിൽ വരുന്ന ഏതൊക്കെയാണ്, അതിനകത്ത് ഗ്യാസ്ട്രിക്കുമായിട്ട് ബന്ധപ്പെട്ടത്, ബ്ലഡുമായിട്ട് ബന്ധപ്പെട്ടത്, അങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ഒക്കെ നമ്മൾ മോക്ക് ടെസ്റ്റിൽ എഴുതിയിട്ടുണ്ട്. അതുകൊണ്ട് പിന്നെയും ഞാൻ അത് വീണ്ടും തരുന്നില്ല. പിന്നെ ഡയഗ്നോസ്റ്റിക് ഏരിയ ആയിട്ട് ബന്ധപ്പെട്ട് വരുന്ന പോയിന്റ്സുകള്, പിന്നെ അത് റേഡിയേഷൻ പ്രൊട്ടക്ഷൻ, പിന്നെ അത് പബ്ലിക്കിന്റെ പ്രൊട്ടക്ഷന് വേണ്ടി എന്തൊക്കെ മെഷേഴ്സ് ആണ്, സ്റ്റാഫ്, പേഷ്യന്റ്, മൂന്ന് നമ്മൾ പറഞ്ഞു, അത് നോക്കണം. പിന്നെ ലാസ്റ്റ് അഡ്മിനിസ്ട്രേഷൻ മസ്റ്റ് മേക്ക് ദ ഫോളോ. അഡ്മിനിസ്ട്രേഷൻ ഉറപ്പുവരുത്തേണ്ട കാര്യങ്ങൾ. ഇത്രയും കാര്യങ്ങളൊക്കെയാണ് നിങ്ങൾക്ക് ആ ഒരു ചാപ്റ്ററിൽ പഠിക്കാറുള്ളത്. ഓക്കെ, ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞില്ലായിരുന്നു ഇനി നമ്മൾ എടുക്കുന്ന ചാപ്റ്ററിന് ഇത് പ്രിന്റ് നിങ്ങളുടെ കയ്യിൽ ഉണ്ടാവില്ല, എങ്കിലും ജസ്റ്റ് ഒന്ന് നമുക്കൊന്ന് സ്റ്റാർട്ട് ചെയ്യാം. നിങ്ങൾക്കൊക്കെ ഒരുവിധം പരിചയമുള്ളതൊക്കെ തന്നെയാണ്. അടുത്തത് നമ്മൾ വെച്ച ചാപ്റ്റർ എന്ന് പറഞ്ഞാൽ ഡയറ്ററി സർവീസ് ആണ്. കേട്ടിട്ടുണ്ടോ ഡയറ്ററി എന്നുള്ളൊരു പേര്? ഡയറ്ററി, ഓക്കെ, ഹോസ്പിറ്റലില് ഒരു സർവീസ് ആണ്. കേട്ടിട്ടില്ല ഡയറ്ററി എന്ന്? ഡയറ്ററി എന്ന് പറഞ്ഞാൽ ഭക്ഷണക്രമം എന്നാണ്. ഹോസ്പിറ്റലില് ഇപ്പൊ നമ്മുടെ ചെറിയ ഹോസ്പിറ്റൽസ് ഒക്കെ നമുക്ക് വീട്ടിൽ നിന്ന് തന്നെ ഭക്ഷണം കൊണ്ടുപോവാം അല്ലെ, പേഷ്യന്റിനും അതിന്റെ കൂടെ നിൽക്കുന്ന ക്യാൻറ്റീനൊക്കെ പോലെ. അപ്പൊ നമുക്ക് എന്താ വീട്ടിൽ നിന്നൊക്കെ ഭക്ഷണം കൊണ്ടുപോയി കഴിക്കാം. ആ പേഷ്യന്റിന് ബൈസ്റ്റാൻഡറിനൊക്കെ കഴിക്കാം. എന്താ വലിയ വലിയ ഹോസ്പിറ്റൽസില്, ചില ഹോസ്പിറ്റൽസിലൊന്നും നമുക്ക് പുറത്തു നിന്നുള്ള ഭക്ഷണമൊന്നും അലൗഡ് അല്ല. അവിടത്തെ കിടക്കുന്ന പേഷ്യൻസിനും കൂടെ നിൽക്കുന്ന ബൈസ്റ്റാൻഡർക്കൊക്കെ അവിടെ നിന്ന് ഫുഡ് പ്രൊവൈഡ് ചെയ്യുക അല്ലെ. അങ്ങനെയുള്ള ഹോസ്പിറ്റല് ഏതെങ്കിലും ഒന്ന് രണ്ട് എക്സാമ്പിൾ പറയോ?
നമുക്ക് ഭക്ഷണം കൊണ്ട് ചെല്ലാൻ പാടില്ല, അവിടെ നിന്ന് തന്നെ കഴിക്കണം. ഏതാ? കിംസ്. ഓക്കെ, പിന്നെ ഏതാ? ഓക്കെ, നമ്മുടെ ഇവിടെയൊക്കെ അടുത്തുള്ള എന്ന് പറഞ്ഞാൽ അമൃത ഹോസ്പിറ്റൽ, ഫേമസ് ഹോസ്പിറ്റൽ അല്ലേ, കേട്ടിട്ടില്ലേ? അമൃത ഹോസ്പിറ്റല്, രാജഗിരി ഹോസ്പിറ്റല്, അവിടെയൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമുക്ക് ഭക്ഷണം പുറത്തു നിന്നുള്ള ഭക്ഷണം ഒന്നും അല്ല അവിടെ ഇല്ല. അവിടുത്തെ പേഷ്യൻസിന് ആൾക്ക് അവിടെ നിന്ന് തന്നെ ഫുഡ് പ്രൊവൈഡ് ചെയ്യുന്നത് എല്ലാവർക്കും. പുറത്തുനിന്ന് ഒരു ഭക്ഷണം പോലും അകത്തേക്ക് കയറ്റാൻ പറ്റില്ല. അപ്പൊ എന്ന് പറഞ്ഞാൽ എന്താ ശരിക്കും ഡയറ്ററി സർവീസ് എന്ന് പറഞ്ഞാൽ ഇത് ഹോസ്പിറ്റലിലെ ഒരു സർവീസ് ആണ്. അപ്പൊ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ കിടക്കുന്ന പേഷ്യൻസിനൊക്കെ ഇപ്പൊ പല രോഗങ്ങളായിട്ടായിരിക്കും നമ്മൾ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആവണേ അല്ലെ. അപ്പൊ എന്ന് പറഞ്ഞാൽ അവിടെ കിടക്കുന്ന പേഷ്യൻസിന് തൃശ്ശൂരിലുള്ള ഒരു ഹോസ്പിറ്റൽ, വെസ്റ്റ് ഫോർട്ട് ഹോസ്പിറ്റലാണ്. ഓക്കെ, അപ്പൊ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പൊ അവിടെ കിടക്കുന്ന പേഷ്യൻസിനൊക്കെ ഉണ്ടല്ലോ, അവിടത്തേലൊക്കെ പ്രത്യേകിച്ചും എന്താ എന്റെ ഹസ്ബൻഡിന്റെ അനിയത്തി കുറച്ചു നാളാണ് അമൃതയിലെ ട്രീറ്റ്മെന്റിലൊക്കെ ആയിരുന്നു. എന്റെ അച്ഛനൊക്കെ അവിടെ ആയിരുന്നു. അപ്പൊ നമുക്ക് കുറച്ചും കൂടി അത് എനിക്ക് കൂടുതൽ അറിയാവുന്ന കൊണ്ട് ഞാൻ പറയുന്ന കേട്ടോ. അപ്പൊ അവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമ്മൾ ആ കിടക്കുന്ന പേഷ്യന്റ് ഇല്ലേ, ആ കിടക്കുന്ന പേഷ്യന്റിന്റെ രോഗം നോക്കിയിട്ട് അവർക്കുടെ ഡിസീസ് എന്താണെന്നൊക്കെ നോക്കിയിട്ട് അതനുസരിച്ചുള്ള ഭക്ഷണമായിരിക്കും അവിടെ പ്രൊവൈഡ് ചെയ്യുക. എല്ലാവർക്കും ഒരേ ടൈപ്പ് ഫുഡ് അല്ല കൊടുക്കുന്നത്. ഇപ്പൊ ഹസ്ബൻഡിന്റെ വൈഫിന് കുറച്ച് കോംപ്ലിക്കേറ്റഡ് ഒക്കെ ആയിരുന്നു, ഡെലിവറി ഒക്കെ ട്വിൻസ് ആയിരുന്നു. അപ്പൊ കുറച്ചു നാൾ അവിടെ അഡ്മിറ്റ് ആവേണ്ടി വന്നു. അപ്പൊ അത് വെച്ച് കഴിഞ്ഞാല് പ്രത്യേകിച്ച് ഇങ്ങനെയുള്ളവർക്കൊക്കെ നല്ല കെയറിങ് അവിടെ കൊടുക്കുന്നത്. അപ്പൊ അവർക്ക് കൊടുക്കുന്ന ഫുഡ് ഉണ്ടല്ലോ, എന്ന് വെച്ചാൽ അവർക്കിടെ ആ ഡിസീസ് എന്താണ്, ഇപ്പൊ ഷുഗർ ഒക്കെ ഉള്ള ഇതൊക്കെ ഉണ്ടാവുമല്ലോ ഡെലിവറി ആ സമയത്തൊക്കെ. അപ്പൊ അങ്ങനെയുള്ളവർക്കൊക്കെ എന്ന് വെച്ചാൽ അതനുസരിച്ചുള്ള ഭക്ഷണമായിരിക്കും കൊടുക്കുന്നത്. ഷുഗർ ഫ്രീ ആയിട്ടുള്ള, ഷുഗർ കുറയാൻ വേണ്ടിയിട്ട്, കൂടുതൽ ഷുഗർ ഉള്ളവർക്കൊക്കെ അത് കുറയാൻ വേണ്ടിയിട്ട് അങ്ങനെയുള്ള ഭക്ഷണമൊക്കെ ആയിരിക്കും അവിടെയൊക്കെ കൊടുക്കുന്നത്. ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ എന്താ വെച്ചാൽ പേഷ്യന്റിന്റെ ഡിസീസ് എന്താണെന്ന് മനസ്സിലാക്കിയിട്ട് അതനുസരിച്ച് ഡോക്ടറിന്റെ റെക്കമെൻഡേഷൻ അല്ലെങ്കിൽ ഡയറ്റീഷ്യന്റെ റെക്കമെൻഡേഷൻ അനുസരിച്ച് അതനുസരിച്ചുള്ള ഫുഡ് പ്രൊവൈഡ് ചെയ്യുന്ന ഹോസ്പിറ്റലിലെ ഒരു സർവീസ് ആണ് ഡയറ്ററി സർവീസ് എന്ന് പറയുന്നത്. ഓക്കെ, ഡയറ്ററി സർവീസ് മീൻസ് പ്രൊവൈഡിങ് ഫുഡ് ആൻഡ് ഡ്രിങ്ക് ടു ദ പേഷ്യന്റ് അക്കോർഡിംഗ് ടു ആൻ ഓർഡർ അനുസരിച്ച് നമ്മളെ പേഷ്യൻസിന് ഫുഡും അതുപോലെ ഡ്രിങ്ക്സ് ഒക്കെ പ്രൊവൈഡ് ചെയ്യുന്ന ഹോസ്പിറ്റലിലെ ഒരു സർവീസ് ആണ്. അതിപ്പോ എല്ലാവർക്കും ഓരോ ടൈപ്പ് ഫുഡ് ആവണമെന്നില്ല. അപ്പൊ അവർക്കുള്ള കുറച്ചും കൂടി അവർക്ക് ഈ ഡയറ്റീഷ്യന്റെ ഒക്കെ ഇതനുസരിച്ച് ഭക്ഷണങ്ങൾ ഇത് ഉണ്ടാവും. ഓരോ രോഗത്തിന്റെ ഒക്കെ അനുസരിച്ച് ചില ഭക്ഷണം കഴിക്കാൻ പാടില്ല, അങ്ങനെയൊക്കെ ഉണ്ടല്ലോ. നമ്മൾ വെറുതെ മെഡിസിൻ മാത്രം കഴിച്ചിട്ട് കാര്യമില്ല. ചിലതിലൊക്കെ നമ്മള് ഭക്ഷണവും കൂടി ഒന്ന് കൺട്രോൾ ചെയ്യേണ്ടി വരും. നമ്മൾ മരുന്ന് കഴിച്ചോ അതിന്റെ കഴിക്കാൻ പാടാത്ത ഭക്ഷണം കഴിച്ചിട്ട് കാര്യമില്ലല്ലോ. അപ്പൊ എന്ന് പറഞ്ഞാൽ മെഡിസിന്റെ ഒപ്പം തന്നെ നമ്മൾ ആ ഫുഡിലും ഒരു ഇമ്പോർട്ടൻസ് അവിടെ കൊടുക്കണം. അത് രണ്ടും കൺട്രോൾ ചെയ്ത് പോയെങ്കിൽ മാത്രമേ ആ രോഗം പൂർണ്ണമായിട്ട് മാറ്റാൻ പറ്റുള്ളൂ. ഇപ്പൊ ഹോസ്പിറ്റലിലൊക്കെ ഡയറ്റീഷ്യന്റെ ഇത് കണ്ടിട്ടില്ലേ നിങ്ങള്? ഡയറ്റീഷ്യനൊക്കെ അപ്പൊ എന്ന് വെച്ചാൽ അതിങ്ങനെയുള്ളവർക്കൊക്കെ ഫുഡ് ഡയറ്റീഷ്യനെ കണ്ട് ഡയറ്റീഷ്യന്റെ റെക്കമെൻഡേഷൻ അനുസരിച്ച് അവർ എഴുതി തരും. നമ്മുടെ ഹെൽത്ത് കണ്ടീഷൻ കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് എങ്ങനത്തെ ഫുഡാണ് കഴിക്കുന്നത്. ഇപ്പൊ ഹെവി വെയിറ്റ് ഉള്ളത്, ഓവർ വെയിറ്റ് ഉള്ളവർക്ക് വെയിറ്റ് കുറയ്ക്കുന്ന രീതിയിലുള്ള ഭക്ഷണമൊക്കെ ആയിരിക്കും. എന്റെ അച്ഛനും ഉണ്ടായിരുന്നു ആയിരുന്നു. ഓക്കെ, എനിക്ക് ഉണ്ടായിരുന്നു. ഓക്കെ. അപ്പൊ കുറച്ചൊരു മെസ്സേജ് ചെയ്യുന്നുണ്ട്. അപ്പൊ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ ഡയറ്റീഷ്യന്റെ ഇതനുസരിച്ച് ഇപ്പൊ വെയിറ്റ് തീരെ കുറവുള്ളവർക്ക് വെയിറ്റ് കൂടണം അല്ലെ, പ്രോട്ടീൻ ഒക്കെ കൂടുതൽ അടങ്ങിയ ഭക്ഷണം കഴിക്കണം. അപ്പൊ അങ്ങനെ വെച്ച് ഡയറ്റീഷ്യന്റെ ഒക്കെ ആ ഒരു റെക്കമെൻഡേഷൻ അനുസരിച്ചിട്ട് തന്നെ അതിനനുസരിച്ചുള്ള ഫുഡ് ഓരോ ഇൻഡിവിജ്വലിനും അവര് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നുണ്ട്. എല്ലാവർക്കും ഒരേ ഭക്ഷണമല്ല കൊടുക്കുന്നത്. ഓരോ ഇൻഡിവിജ്വലിനെ നോക്കിയിട്ട് അവർക്കുടെ ഡിസീസ് എന്താണ്, അതുപോലെ തന്നെ എന്താണ് അതിന്റെ സ്വഭാവം എങ്ങനെയാണെന്നൊക്കെ നോക്കി അതനുസരിച്ചുള്ള ഫുഡൊക്കെ പ്രൊവൈഡ് ചെയ്യുന്ന ഒരു സർവീസ് ആണ് ഡയറ്ററി സർവീസ് എന്ന് പറയുന്നത്. അപ്പൊ ചാപ്റ്ററിന്റെ പേരൊന്ന് എഴുതി വെച്ചോ കേട്ടോ. ചാപ്റ്റർ 22 ഡയറ്ററി സർവീസ്. ഡയറ്ററി സർവീസ് 23 എന്നാണ് നിങ്ങളുടെ കിടക്കുന്നത്. ഓക്കെ, ഡയറ്ററി സർവീസ്. ഡയറ്ററി എന്ന് പറഞ്ഞാൽ ഭക്ഷണക്രമം എന്ന് പറയും മലയാളത്തിൽ. ഭക്ഷണക്രമം, ഡയറ്ററി സർവീസ്. ഒരു സെന്റൻസ് ഒന്ന് എഴുതിക്കോ.
Dietary service means providing food, FOOD, food and drink to a patient, food and drink to a patient according to an order. Food and drink to a patient according to an order. Simple ആയിട്ടൊന്ന് എഴുതിയതാട്ടോ. ഫസ്റ്റ് സെന്റൻസ് ഡയറ്ററി സർവീസ് മീൻസ് പ്രൊവൈഡിംഗ് ഫുഡ് ആൻഡ് ഡ്രിങ്ക് ടു പേഷ്യന്റ് അക്കോർഡിംഗ് ടു ആൻ ഓർഡർ. ഇൻട്രൊഡക്ഷൻ നോക്കിയേ. ഹോസ്പിറ്റൽ ഡയറ്ററി സർവീസ് ഈസ് എ സർവീസ് ദാറ്റ് മീറ്റ് ദ നീഡ്സ് ഓഫ് പേഷ്യൻസ് കമ്മിങ് ഫ്രം ഔട്ട്സൈഡ്. അത് കഴിഞ്ഞിട്ട് നിങ്ങൾ ആ ന്യൂട്രീഷൻ, ഇൻ പേഷ്യന്റ് ഗിവൺ ന്യൂട്രീഷൻ എന്നുള്ളതൊന്ന് വെട്ടിക്കളഞ്ഞേ. അവിടെ എഴുതാ ഫ്രം. നിങ്ങളുടെ അതിന് നോട്ടില്ല അല്ലെ, പ്രിന്റ് എടുത്തിട്ടില്ല അല്ലെ. ഓക്കെ, എന്നാൽ അടുത്ത ക്ലാസ്സിൽ കറക്റ്റ് ചെയ്യാം കേട്ടോ. അടുത്ത ക്ലാസ്സിൽ പ്രിന്റ് നോട്ട് നിങ്ങൾ എടുക്കുക, എന്നിട്ട് നമുക്ക് അതൊന്നും കറക്റ്റ് ചെയ്യാം. അവിടെ എങ്ങനെയാണ് എഴുതേണ്ടത്? റിഗാർഡിംഗ് ഡയറ്റ് എന്ന് ആക്കണം കേട്ടോ. ഔട്ട്സൈഡ് റിഗാർഡിംഗ് ഡയറ്റ്. അടുത്ത ക്ലാസ്സിൽ ഒന്ന് കറക്റ്റ് ചെയ്യാം. റിഗാർഡിംഗ് ഡയറ്റ് അനുസരിച്ച് കേട്ടോ. Regarding diet, given nutrition recommendation and food counseling based on their needs while taking their, അവിടെ ആ ഡിസീസ് എന്നുള്ളത് വെട്ടിക്കളയാം. അടുത്ത ക്ലാസ്സിൽ കറക്റ്റ് ചെയ്താലും മതി. ഇപ്പൊ ഞാൻ പറയുന്നതുകൊണ്ട് ഒന്നും പറയണമെന്നുള്ളൂ. ടേക്കിംഗ് ദെയർ ഡിസീസ് എന്നുള്ളത് വെട്ടിക്കളയാം. കളഞ്ഞിട്ട് കൈൻഡ് ആൻഡ് നേച്ചർ ഓഫ് ഡിസീസ് എന്നാക്കുക. അവിടെയാണ് ആ ഡിസീസ് വേണ്ടത്. കൈൻഡ് ആൻഡ് നേച്ചർ ഓഫ് ഡിസീസ് കൺസിഡറേഷൻ. അപ്പൊ പാരഗ്രാഫിൽ ഞാൻ പറഞ്ഞത് നമ്മള് ഫസ്റ്റ് ലൈനിൽ തുടങ്ങുമ്പോൾ പേഷ്യൻസ് കമ്മിങ് ഫ്രം ഔട്ട്സൈഡ്, അത് കഴിഞ്ഞിട്ട് വെട്ടിക്കളഞ്ഞിട്ട് റിഗാർഡിംഗ് ഡയറ്റ് എന്നാക്കാൻ പറഞ്ഞു. റിഗാർഡിംഗ് ഡയറ്റ്, REGARDING, റിഗാർഡിംഗ് ഡയറ്റ്. ഡയറ്റ് അനുസരിച്ച്, ഡയറ്റ് സംബന്ധിച്ച്. പിന്നെ പറഞ്ഞത് ഏതാ? ബേസ്ഡ് ഓൺ ദെയർ നീഡ്സ് വൈൽ ടേക്കിംഗ് ദെയർ, ആ ഡിസീസ് എന്നുള്ളത് അവിടെ വെട്ടിക്കളയാം. ടേക്കിംഗ് ദെയർ കൈൻഡ് ആൻഡ് നേച്ചർ അവിടെ ഓഫ് ഡിസീസ് എന്നാക്കുക. ഓഫ് ഡിസീസ് കൺസിഡറേഷൻ. ഇപ്പൊ എന്താ മനസ്സിലായത് വായിച്ചിട്ട്? ഹോസ്പിറ്റൽ ഡയറ്ററി സർവീസ് എന്ന് പറഞ്ഞാൽ ഈസ് എ സർവീസ് ദാറ്റ് മീറ്റ് ദ നീഡ്സ് ഓഫ് പേഷ്യന്റ് കമ്മിങ് ഫ്രം ഔട്ട്സൈഡ്. പുറമേ നിന്ന് വരുന്ന, ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആയിട്ടുള്ള പുറമേ നിന്ന് വരുന്ന എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഒപ്പിയിൽ വരുന്നവര് മാത്രമല്ല, ഹോസ്പിറ്റലിൽ ആ ഡിപ്പാർട്ട്മെന്റിൽ പുറത്തു നിന്ന് വരുന്ന എന്നുള്ളത് അർത്ഥത്തില്. പുറമേ നിന്ന് വരുന്ന, കമ്മിങ് ഫ്രം ഔട്ട്സൈഡ്, പുറമേ നിന്ന് വരുന്ന പേഷ്യൻസിന് അവർക്കുടെ നീഡ്സ് അനുസരിച്ച്. ഇത് അതുപോലെ നോക്കി റിഗാർഡിംഗ് ഡയറ്റ് സംബന്ധിച്ച്. ഗിവൺ ന്യൂട്രീഷൻ റിഗാർഡിംഗ് ഡയറ്റ് റെക്കമെൻഡേഷൻ. റിഗാർഡിംഗ് ഡയറ്റ് റെക്കമെൻഡേഷൻ അനുസരിച്ച്. ആൻഡ് ഫുഡ് കൗൺസിലിംഗ് ബേസ്ഡ് ഓൺ ദർ നീഡ്സ്, അവർക്കുടെ ആവശ്യങ്ങൾ എന്തൊക്കെയാണ്. വൈ ടേക്കിംഗ് their kind and nature of disease. ഇപ്പൊ എന്താ? അവർക്കുടെ രോഗം, ഡിസീസിന്റെ നേച്ചർ എന്താണ്, അത് ഏത് തരം രോഗമാണ് എന്നൊക്കെ കൺസിഡർ ചെയ്തിട്ട് അതനുസരിച്ച് ഒരു ഈ ഡോക്ടറിന്റെ ഒക്കെ ഡയറ്റീഷ്യന്റെ ഒക്കെ റെക്കമെൻഡേഷൻ അനുസരിച്ച്, അല്ലെങ്കിൽ ഫുഡ് കൗൺസിലിങ്ങിനൊക്കെ നോക്കിയിട്ട് അതനുസരിച്ചുള്ള അവർക്കുടെ നീഡ്സ് എന്താണെന്ന് മനസ്സിലാക്കി അതനുസരിച്ചൊക്കെ ഭക്ഷണമൊക്കെ പ്രൊവൈഡ് ചെയ്യുന്ന ഒരു ഹോസ്പിറ്റലിലെ സർവീസ് ആണ് ഡയറ്ററി സർവീസ് എന്ന് പറഞ്ഞത്. ഓക്കെ, ഡെഫിനിഷൻ വേണോ? ഡെഫിനിഷൻ എന്താ പറഞ്ഞേ? ഡയറ്ററി സർവീസ് മീൻസ് പ്രൊവൈഡിങ് food and drink to a patient according to an order.
അപ്പൊ ഇൻട്രൊഡക്ഷനിൽ എന്താ പറഞ്ഞേക്കുന്നത്, വെറുതെ നമ്മൾ ഭക്ഷണം പ്രൊവൈഡ് ചെയ്യല്ല, ഫുഡ് പ്രൊവൈഡ് ചെയ്യല്ല ചെയ്യുന്നത്. ആദ്യം നമ്മുടെ രോഗം എന്താണ്, അതിന്റെ സ്വഭാവം എന്താണെന്നൊക്കെ മനസ്സിലാക്കിയിട്ട് ഒരു ഡയറ്റീഷ്യന്റെ റെക്കമെൻഡേഷൻ അല്ലെങ്കിൽ ഫുഡ് കൗൺസിലിംഗ് ഒക്കെ ബേസ് ചെയ്തിട്ട് അവർക്ക് ആവശ്യമായിട്ടുള്ള ആ പേഷ്യൻസിന്റെ നീഡ് അനുസരിച്ചുള്ള ആ ഫുഡ് പ്രൊവൈഡ് ചെയ്യുന്ന ഹോസ്പിറ്റലിലെ ഒരു സർവീസ് ആണ് ഡയറ്ററി സർവീസ് എന്ന് പറയുന്നത്. It is the most significant hospital supportive service assisting in the restoration of health through diet created using science. It is the most significant hospital supporting service assisting in the restoration of health through the diet created using science. Science ഉപയോഗിച്ച് ക്രിയേറ്റ് ചെയ്ത സയൻസ് ഉപയോഗിച്ച് ക്രിയേറ്റ് ചെയ്ത ഡയറ്റിൽ കൂടി ഒരു ആരോഗ്യം, ഹെൽത്ത്, ആരോഗ്യം വീണ്ടെടുക്കാൻ സഹായിക്കുന്നു. സയൻസ് ഉപയോഗിച്ച് ക്രിയേറ്റ് ചെയ്ത ഡയറ്റിൽ കൂടെ ഒരു ആരോഗ്യം വീണ്ടെടുക്കാൻ സഹായിക്കുന്ന ഒരു ഹോസ്പിറ്റലിലെ ഒരു സിഗ്നിഫിക്കന്റ് ഒരു സപ്പോർട്ടീവ് സർവീസ് ആണ് ഡയറ്ററി സർവീസ് എന്ന് പറയുന്നത്. അതെന്താ ചെയ്യുക, നമ്മുടെ ഹെൽത്ത് വീണ്ടെടുക്കാൻ സഹായിക്കുകയും ചെയ്യുന്നത്. റീസ്റ്റോറേഷൻ ഓഫ് ഹെൽത്ത് ത്രൂ ഡയറ്റ്, ഡയറ്റിൽ കൂടെ ഭക്ഷണ നിയന്ത്രണത്തിലൂടെയൊക്കെ നമ്മുടെ ആരോഗ്യം വീണ്ടെടുക്കാൻ സഹായിക്കുന്ന ഒരു ഹോസ്പിറ്റലിലെ സപ്പോർട്ടീവ് സർവീസ് ആണ് ഡയറ്ററി സർവീസ്. അതെന്ത് ചെയ്യുന്നു, എഡ്യൂക്കേറ്റിംഗ് ദ പേഷ്യൻസ് ഹു ആർ റിസീവിംഗ് ട്രീറ്റ്മെന്റ് അറ്റ് ദ ഹോസ്പിറ്റൽ റിഗാർഡിംഗ് ദ യൂസ് ആൻഡ് ബെനിഫിറ്റ്സ് ഓഫ് വേരിയസ് ഫുഡ് ആൻഡ് ഹെൽത്തി ഡയറ്റ്സ്. ഓക്കെ, എഡ്യൂക്കേറ്റിംഗ് ദ പേഷ്യൻസ്. അപ്പൊ അവിടെ വരുന്ന പേഷ്യൻസിന് ഫുഡിന് സംബന്ധമായിട്ട് വലിയ ധാരണയൊന്നും ഉണ്ടാവില്ല. അപ്പൊ അങ്ങനെയുള്ള പേഷ്യൻസിന് എന്ത് ചെയ്യുന്നു, എഡ്യൂക്കേറ്റഡ് ആക്കുന്നു, അവർക്ക് പറഞ്ഞു കൊടുക്കുന്നു. who are receiving treatment, ആ ട്രീറ്റ്മെന്റ് സ്വീകരിക്കുന്ന അല്ലെങ്കിൽ അവിടെ അഡ്മിറ്റ് ആയിട്ടുള്ള പേഷ്യൻസിന് അല്ലെങ്കിൽ അവിടെ ട്രീറ്റ്മെന്റിൽ ഇരിക്കുന്ന ആ പേഷ്യൻസിന് ഈ ഫുഡിനെ കുറിച്ച്, ഫുഡ് കഴിക്കുന്നതിന്റെ റിഗാർഡിംഗ് ദ യൂസ് ആൻഡ് ബെനിഫിറ്റ്സ് ഓഫ് വേരിയസ് ഫുഡ്, പല ഫുഡിന്റെ ഉപയോഗം എന്താണ്, അതെന്തിനു വേണ്ടിയൊക്കെ കഴിക്കുന്നതാണ്, അതിന്റെ ഗുണം, ബെനിഫിറ്റ്സ് എന്താണ്, ഇത് ആൻഡ് ഹെൽത്തി ഡയറ്റ്, ഒരു ഹെൽത്തി ഡയറ്റിന്റെ ഒരു പ്രാധാന്യം എന്താണ് എന്നതിനെ കുറിച്ചൊക്കെ ആ ഒരു പേഷ്യന്റിനെ എന്ത് ചെയ്യുന്നു, എഡ്യൂക്കേറ്റഡ് ആക്കുന്നു. ഈ ഡയറ്ററി സർവീസ് എഡ്യൂക്കേറ്റിംഗ് ദ പേഷ്യന്റ് ഹു ആർ റിസീവിംഗ് ട്രീറ്റ്മെന്റ് അറ്റ് ദ ഹോസ്പിറ്റൽ. ആ ഹോസ്പിറ്റലില് ആ ട്രീറ്റ്മെന്റ് റിസീവ് ചെയ്യുന്ന പേഷ്യൻസിന് എഡ്യൂക്കേറ്റഡ് ആക്കുന്നു. എന്തിനെ കുറിച്ച്, റിഗാർഡിംഗ് യൂസ് ആൻഡ് ബെനിഫിറ്റ്സ് ഓഫ് വേരിയസ് ഫുഡ് ആൻഡ് ഹെൽത്തി ഡയറ്റ്. പല ഫുഡ് ഈ ഉപയോഗങ്ങൾ, പലതരത്തിലുള്ള ഫുഡിന്റെ, ഹെൽത്തി ഡയറ്റിന്റെ അതിന്റെ ഉപയോഗം, അതുപോലെ ബെനിഫിറ്റ്സ്, ഗുണങ്ങൾ എന്താണ്, ഈ ഫുഡ് കഴിക്കുന്നതിന്റെ ഗുണങ്ങൾ എന്താണ്, അതിന്റെ ഉപയോഗം എന്താണ്, എന്തിനു വേണ്ടിയിട്ടൊക്കെ കഴിക്കുന്നതാണ് എന്നുള്ളതിനെ കുറിച്ചൊക്കെ പേഷ്യൻസിനെ എഡ്യൂക്കേറ്റഡ് ആക്കുന്നു. ഹെൽത്തി ഡയറ്റ് നോക്കി, contain adequate amount of all the necessary nutrients required for a healthy growth and activity. അതാണ് ഹെൽത്തി ഡയറ്റ് എന്ന് പറയുന്നത്. എന്താ, എല്ലാ ന്യൂട്രിയൻസും ആവശ്യമായിട്ടുള്ള എല്ലാ ന്യൂട്രിയൻസും ഒരു അഡിക്വേറ്റ്, കൃത്യം അളവിൽ അടങ്ങിയിട്ടുള്ള ഒരു ഫുഡ്, ഇതിനെയാണ് നമ്മുടെ ഡയറ്റിനെയാണ് ഹെൽത്തി ഡയറ്റ് എന്ന് പറയുന്നത്. റിക്വയർഡ് ഫോർ ഹെൽത്തി ഗ്രോത്ത് ആൻഡ് ആക്ടിവിറ്റി. ഹെൽത്തി ഗ്രോത്തിന്, പ്രവൃത്തികൾക്കൊക്കെ വേണ്ടിയിട്ട് എല്ലാ ന്യൂട്രിയൻസും ശരിയായിട്ടുള്ള അളവിൽ അടങ്ങിയിട്ടുള്ള ഡയറ്റ് ആണ് ഹെൽത്തി ഡയറ്റ് എന്ന് പറയുന്നത്. A nutritious diet is one that promote or maintain good health. എന്താ പറഞ്ഞേക്കുന്നത്, ന്യൂട്രീഷ്യസ് ഡയറ്റ് എന്ന് പറയുന്നത് ഒരു നല്ല ആരോഗ്യം പ്രോത്സാഹിപ്പിക്കുന്നതിനോ അല്ലെങ്കിൽ മെയിൻറ്റെയിൻ ചെയ്യുക, നിലനിർത്തുന്നതിനോ ആയ ഒന്നാണ് ഒരു നല്ലൊരു ഡയറ്റ്. ന്യൂട്രീഷ്യസ് ഡയറ്റ് ആണ് ഈ പോഷകാഹാരം എന്ന് പറയുന്നത്. നല്ല ആരോഗ്യം നിലനിർത്തുന്നതിനോ അല്ലെങ്കിൽ ആരോഗ്യം പ്രോത്സാഹിപ്പിക്കുന്നതിനോ ഉള്ള ഒരു കാര്യമാണ് ന്യൂട്രീഷ്യസ് ഡയറ്റ്. നല്ല ഒരു പോഷകാഹാരം, നല്ല ഒരു ആഹാര രീതി, നല്ല ഡയറ്റ് ഒക്കെ ഫോളോ ചെയ്യുന്ന ആളുകൾക്കൊക്കെ നല്ല ഹെൽത്തി ആയിരിക്കും. നമ്മൾ വെറുതെ ഭക്ഷണം കഴിച്ചിട്ട് കാര്യമില്ല, അല്ലെ? നമുക്ക് കിട്ടുന്ന വാരി വലിച്ച് വെറുതെ കഴിച്ചിട്ട് കാര്യമില്ല. നമ്മുടെ ശരീരത്തിന് ആവശ്യമായിട്ടുള്ള എല്ലാ ന്യൂട്രിയൻസും, എസെൻഷ്യൽ ന്യൂട്രിയൻസും ഒക്കെ അടങ്ങിയ ഭക്ഷണം കഴിക്കണം. അങ്ങനെയുള്ളവർക്കാണ് നല്ല ആരോഗ്യം ഉണ്ടാവുള്ളൂ, അല്ലെ?
അപ്പൊ എന്താ പറഞ്ഞേക്കുന്ന ഇവിടെ ന്യൂട്രീഷ്യസ് ഡയറ്റ് എന്ന് പറഞ്ഞ എന്താ ഈസ് വൺ ദാറ്റ് പ്രൊമോട്ട് ഓർ മെയിൻറ്റെയിൻ ഗുഡ് ഹെൽത്ത്, നല്ല ആ ഒരു ആരോഗ്യം പ്രോത്സാഹിപ്പിക്കുന്നതിനോ നിലനിർത്തുന്നതിനോ ഉള്ള ഒരു കാര്യമാണ് ഒരു പോഷകാഹാരം എന്നുള്ളത്. നമുക്ക് പല ഇതും നമുക്ക് രാവിലെ ഇവിടെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാതെയൊക്കെ ക്ലാസ്സിൽ ജോയിൻ ചെയ്തവരുണ്ടോ? സമയം കിട്ടാത്തതുകൊണ്ട് രാവിലെ തിരക്കിനിടയിലൊക്കെ ആരെങ്കിലും ഉണ്ടോ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിക്കാതെ നമ്മുടെ ക്ലാസ്സിൽ ഇരിക്കുന്നവര് ഉണ്ടോ? എല്ലാവരും ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കണം, നിർബന്ധമാണ്. ഇപ്പൊ നമ്മള് രാത്രിയൊക്കെ ഇത്തിരി ഭക്ഷണം കുറച്ച് കഴിച്ചാലോ അല്ലെങ്കിൽ അങ്ങനെ കുഴപ്പമില്ല. രാവിലത്തെ ഭക്ഷണം ബ്രേക്ക്ഫാസ്റ്റ് ആരും മുടക്കരുത്, എത്ര തിരക്കാണെങ്കിലും കഴിക്കണം. ആ ഒരു ദിവസത്തേക്ക് മുഴുവനുള്ള എനർജി നമുക്ക് കിട്ടുന്നത് ആ ബ്രേക്ക്ഫാസ്റ്റ് നിന്നാണ്. നമ്മൾ രാവിലെ ഭക്ഷണമൊക്കെ കഴിക്കാതിരുന്നു കഴിഞ്ഞാൽ നമുക്ക് എനർജി ഉണ്ടാവുമോ? നമുക്ക് എന്തെങ്കിലും ജോലി ചെയ്യാൻ പറ്റുമോ? പറ്റുമോ? ഇല്ല അല്ലേ? അപ്പൊ അതുകൊണ്ട് എന്ത് ചെയ്യണം? എല്ലാവരും നല്ല ഫുഡ്, നമ്മുടെ ന്യൂട്രീഷ്യസ് ആയിട്ടുള്ള ഇലക്കറികള് നമ്മളെ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തണം. ഫ്രൂട്ട്സ് കഴിക്കണം, പച്ചക്കറികൾ കഴിക്കണം, അല്ലെ? മുട്ട, പാല് ഇങ്ങനെയുള്ളതൊക്കെ എല്ലാവരും നമ്മുടെ ആവശ്യത്തിന്, നമ്മുടെ ശരീരത്തിന് നല്ലൊരു ആരോഗ്യം വേണം. എന്ത് കാര്യം ചെയ്യാനും നമുക്ക് ഓർമ്മ നിലനിർത്താനും നമുക്ക് ഓരോ ജോലികൾ ചെയ്യാനും ഒക്കെ നമുക്ക് എന്ത് വേണം? നല്ലൊരു ആരോഗ്യം വേണം. അപ്പൊ നമ്മുടെ ഭക്ഷണം അത് വളരെ വലിയൊരു കാര്യമാണ്. അപ്പൊ അതുകൊണ്ട് നല്ലൊരു നല്ലൊരു പ്രോപ്പർ ഡയറ്റിലൂടെ തന്നെ നമുക്ക് ഭക്ഷണക്രമത്തിലൂടെ തന്നെ നമുക്ക് നല്ലൊരു ആരോഗ്യം നമുക്ക് നിലനിർത്താം എന്നാ പറയുന്നത്. ഓക്കെ, ഇനി അതിനകത്ത് തന്നേക്കുന്നത് ഒബ്ജക്റ്റീവ്സ് ആണ്. ഇതും കൂടി നമുക്കൊന്ന് വേഗം നോക്കാം. എന്തൊക്കെയാണ് ഈ ഡയറ്ററി സർവീസിന്റെ ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത്? എന്താ? ഫസ്റ്റ് എന്താ? To provide nutritious, delicious and healthy meal while retaining a high standard hygiene, production, delivery, sanitation to all the patients. എന്താ ഫസ്റ്റത്തെ? ഇതൊക്കെ പ്രൊവൈഡ് ന്യൂട്രീഷ്യസ്, ഡിലീഷ്യസ് ആൻഡ് ഹെൽത്തി മീൽ. വെറുതെ ഭക്ഷണം കൊടുക്കല്ല ഡയറ്ററി സർവീസ് ചെയ്യുന്നത്. എങ്ങനത്തെ ഭക്ഷണം? ന്യൂട്രീഷ്യസ് ഉള്ള, ന്യൂട്രീഷ്യസ് ആയിട്ടുള്ളത്. ഡിലീഷ്യസ് എന്ന് പറഞ്ഞ എന്താ? ഡിലീഷ്യസ് നമ്മൾ ചില ഭക്ഷണമൊക്കെ സദ്യക്കൊക്കെ പോയിട്ട് നമ്മൾ ഫുഡൊക്കെ നല്ല ഡിലീഷ്യസ് ആയിരുന്നു എന്ന് പറയും. എന്താ? ടേസ്റ്റ്. ഓക്കെ, വെരി ഗുഡ്. നല്ല രുചികരമായിട്ട്, നമ്മളെ സ്വാദില്ലാതെയല്ല, നല്ല രുചികരമായിട്ടുള്ളത്, നല്ല ന്യൂട്രീഷ്യസ് ആയിട്ടുള്ളത്, നല്ല ഹെൽത്തി മീൽസ് പ്രൊവൈഡ് ചെയ്യുക. അതെങ്ങനെയാ? ഹൈ സ്റ്റാൻഡേർഡ് ഹൈജീൻ. വെറുതെ വൃത്തിയില്ലാത്ത ഒരു ഇതിനകത്തൊന്നും അല്ല ചെയ്യുന്നത്. ഇത്രയും പേഷ്യൻസിന് കൊടുക്കാനുള്ളതാണ്, അല്ലെ? അപ്പൊ അവിടെ ട്രീറ്റ്മെന്റിലായിരിക്കുന്ന പേഷ്യൻസിന് കൊടുക്കാനുള്ളതാണ്. അതുകൊണ്ട് തന്നെ വളരെ സൂക്ഷിച്ച് നല്ല ഹൈജീനിക് ആയിട്ട് വേണം ഇത് പ്രിപ്പയർ ചെയ്യാൻ വേണ്ടിയിട്ട്. അതുപോലെ തന്നെ പ്രൊഡക്ഷൻ, ഡെലിവറി, സാനിറ്റേഷൻ ടു ഓൾ പേഷ്യൻസ്. അത് ഡെലിവറി ചെയ്യുമ്പോഴും അതേപോലെ ശ്രദ്ധിച്ച് തുറന്നൊക്കെ കൊണ്ടുവരാമോ? അതൊക്കെ എന്ന് പറഞ്ഞാൽ മൂടി നല്ല വൃത്തിയില് എല്ലാ പേഷ്യൻസിനും എത്തിക്കുക. അതാണ് ഒന്നാമത്തെ ഒബ്ജക്റ്റീവ്. ലക്ഷ്യങ്ങള്, ഒബ്ജക്റ്റീവ്സ് എന്ന് പറഞ്ഞാൽ ലക്ഷ്യങ്ങൾ, ഡയറ്ററി സർവീസിന്റെ ലക്ഷ്യം എന്താ? ടു പ്രൊവൈഡ് ന്യൂട്രീഷ്യസ്, ഡിലീഷ്യസ് ആൻഡ് ഹെൽത്തി മീൽസ് വൈൽ റിറ്റൈനിങ് എ ഹൈ സ്റ്റാൻഡേർഡ് ഹൈജീൻ. ഹൈ സ്റ്റാൻഡേർഡ് ഹൈജീൻ നിലനിർത്തിക്കൊണ്ട് തന്നെ നല്ല ന്യൂട്രീഷ്യസ് ആയിട്ടുള്ള, ഡിലീഷ്യസ് ആയിട്ടുള്ള ഹെൽത്തി മീൽസ് പ്രൊവൈഡ് ചെയ്യുക. പിന്നെ അടുത്തത് രണ്ടാമത്തെ പോയിന്റിൽ എന്താ? ഇവാലുവേഷൻ ആൻഡ് ഡയറ്റ് പ്ലാനിങ്. ഇവാലുവേറ്റ്, വിലയിരുത്തുക. അതുപോലെ തന്നെ ഭക്ഷണ ആസൂത്രണവും അത് നമ്മൾ എങ്ങനെയൊക്കെ ചെയ്യണം എന്നുള്ളതൊക്കെ ഒരു ഡയറ്റ് പ്ലാനിങ് വേണം. അത് ഇവാലുവേഷൻ ചെയ്യുക, അതുപോലെ തന്നെ ഡയറ്റ് പ്ലാനിങ്. ഇവാലുവേഷൻ ആൻഡ് ഡയറ്റ് പ്ലാനിങ്. Third one, calculating calorie needs and nutritional care planning. കലോറി, ഇപ്പൊ നമുക്ക് ഓരോ ഫുഡിനും എത്ര കലോറി ഉണ്ട്, അപ്പൊ അതനുസരിച്ച് നമ്മുടെ കലോറി ആവശ്യകതകളും പിന്നെ പോഷകാഹാര ആസൂത്രണവും ഒക്കെ നിലനിർത്തുക, കാൽക്കുലേറ്റ് ചെയ്യുക. കാൽക്കുലേറ്റിംഗ് കലോറി നീഡ്സ് ആൻഡ് ന്യൂട്രീഷണൽ കെയർ പ്ലാനിങ്. ഇത് കലോറി ആവശ്യകതകളും പോഷകാഹാര ആസൂത്രണവും കാൽക്കുലേറ്റ് ചെയ്യുന്നു, കണക്കാക്കുന്നു. പേഴ്സണലൈസ്ഡ് ന്യൂട്രീഷണൽ അസിസ്റ്റന്റ് ഫോർ പേഷ്യൻസ്. പേഷ്യൻസിന് ഇൻഡിവിജ്വൽ ന്യൂട്രീഷണൽ അസിസ്റ്റൻസ് കൊടുക്കുന്നു. അതാ പറയുന്നത്, എല്ലാവർക്കും കോമൺ ആയിട്ടുള്ള ഫുഡല്ല കൊടുക്കുന്നത്. എങ്ങനെയാ? പേഴ്സണലൈസ്ഡ്, ഇൻഡിവിജ്വൽ. ഓരോ ഇൻഡിവിജ്വലിനും നോക്കിയിട്ട് അവരുടെ ഡിസീസ് ഒക്കെ നോക്കി അതനുസരിച്ച് അവർക്ക് ഏതൊക്കെ തരം ഫുഡ് കഴിക്കാം അങ്ങനെയൊക്കെ
എന്താ ഇൻഡിവിജ്വൽ ബേസ്ഡ് ആണെന്നാ പറഞ്ഞേക്കുന്നത്. പേഴ്സണലൈസ്ഡ് ന്യൂട്രീഷണൽ അസിസ്റ്റൻസ് ഫോർ പേഷ്യൻസ്. പിന്നെ അടുത്താണ് OP ആൻഡ് IP ഡയറ്റ് കൗൺസിലിംഗ്. OP എന്ന് പറഞ്ഞാൽ ഔട്ട് പേഷ്യന്റ്, IP എന്ന് പറഞ്ഞാൽ ഇൻപേഷ്യന്റ്. OP IP ഡയറ്റ് കൗൺസിലിംഗ് നടത്തുന്നു. OP IP ഡയറ്റ് കൗൺസിലിംഗ്. പിന്നെ അടുത്തത് ട്രെയിനിങ് ഫോർ ഐറ്റംസ് ഇൻ ഡയറ്ററ്റിക്സ്. ഡയറ്ററ്റിക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭക്ഷണത്തെ കുറിച്ച് പഠിക്കുന്ന ഒരു ബ്രാഞ്ചാണ്. അതൊന്ന് എഴുതി വെച്ചോ കേട്ടോ, അവിടെ ഒന്ന് എഴുതി വെച്ചാൽ മതി. ഡയറ്ററ്റിക്സ്, DIETETICS. ഡയറ്ററ്റിക്സ് എന്ന് പറഞ്ഞാൽ എ ബ്രാഞ്ച് ഓഫ് നോളേജ്, എ ബ്രാഞ്ച് ഓഫ് നോളേജ് കൺസേൺഡ് വിത്ത് ഡയറ്റ്. A branch of knowledge concerned, CONCERNED, concerned with the diet. എന്താ പറഞ്ഞേക്കുന്ന ലാസ്റ്റ് പോയിന്റ്? ട്രെയിനിങ് ഫോർ ഐറ്റംസ് ഇൻ ഡയറ്ററ്റിക്സ്. ഭക്ഷണക്രമത്തിലെ ഐറ്റത്തിനുള്ള പരിശീലനം, ട്രെയിനിങ് നൽകുന്നു. ഭക്ഷണക്രമത്തിലെ ഓരോ ഐറ്റത്തിനുള്ള ട്രെയിനിങ്ങുകൾ നൽകുന്നു. ട്രെയിനിങ് ഫോർ ഐറ്റംസ് ഇൻ ഡയറ്ററ്റിക്സ്. ഡയറ്ററ്റിക്സ് എന്ന് പറഞ്ഞാൽ ഭക്ഷണത്തെ കുറിച്ച് പഠിക്കുന്ന ഒരു ശാഖയാണ് ഡയറ്ററ്റിക്സ് എന്ന് പറഞ്ഞ ബ്രാഞ്ച് ഓഫ് നോളേജ് കൺസേൺ വിത്ത് ഡയറ്റ്. ഓക്കെ, ഇത്രയാണ് അതിന്റെ ഒബ്ജക്റ്റീവ്സ് പറയുന്നത്. ഇപ്പൊ ഫസ്റ്റത്തേൽ എന്താ പറഞ്ഞേ? ന്യൂട്രീഷ്യസ്, ഡിലീഷ്യസ്, ഹെൽത്തി ആയിട്ടുള്ള മീൽസ് നല്ല സ്റ്റാൻഡേർഡ് ഹൈജീനിൽ പ്രൊവൈഡ് ചെയ്യുക. അതുപോലെ തന്നെ ഡെലിവറി എങ്ങനെയാ? സാനിറ്റേഷൻ, പ്രൊഡക്ഷൻ, ഡെലിവറി, സാനിറ്റേഷൻ ടു ഓൾ പേഷ്യൻസ്. അതേപോലെ തന്നെ നല്ല ഹൈജീനിക് ആയിട്ട് തന്നെ ഡെലിവറി നടത്തുക, എല്ലാ പേഷ്യൻസിനും എത്തിച്ചു കൊടുക്കുക. അതേ ഒരു ഹൈജീനോട് കൂടി തന്നെ വളരെ ശ്രദ്ധിച്ച് നല്ല രീതിയിൽ തന്നെ ഫുഡ് പ്രിപ്പയർ ചെയ്യുക. അത് ഡെലിവറി അതേപോലെ തന്നെ മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ട് പോകണം. സെക്കൻഡ് പോയിന്റിൽ പറഞ്ഞ ഇവാലുവേഷൻ ആൻഡ് ഡയറ്റ് പ്ലാനിങ്, വിലയിരുത്തലും ഭക്ഷണ ആസൂത്രണവും ഇവാലുവേഷൻ നടത്തുന്നു. പിന്നെ അടുത്ത് കാൽക്കുലേറ്റിംഗ് കലോറി നീഡ്സ് ആൻഡ് ന്യൂട്രീഷണൽ കെയർ പ്ലാനിങ്. കലോറി ആവശ്യകതകളും ന്യൂട്രീഷണൽ ഭക്ഷണ ആസൂത്രണവും ഒക്കെ കണക്കാക്കുന്നു, കാൽക്കുലേറ്റ് ചെയ്യുന്നു. പിന്നെ അടുത്ത ഫോർത്ത് പോയിന്റിൽ പറഞ്ഞത് പേഴ്സണലൈസ്ഡ് ന്യൂട്രീഷൻ അസിസ്റ്റന്റ് ഫോർ പേഷ്യൻസിനൊക്കെ ഇൻഡിവിജ്വൽ അസിസ്റ്റൻസ്, ന്യൂട്രീഷണൽ അസിസ്റ്റൻസ് കൊടുക്കുന്നു. ഓരോ ഇൻഡിവിജ്വലിനും അവിടെ പ്രാധാന്യം കൊടുത്തുകൊണ്ടാണ് ഭക്ഷണങ്ങളൊക്കെ പ്രൊവൈഡ് ചെയ്യുന്നത്. പിന്നെ നെക്സ്റ്റ് പോയിന്റ് OP ആൻഡ് IP ഡയറ്റ് കൗൺസിലിംഗ്. OP IP ഡയറ്റ് കൗൺസിലിംഗുകൾ നടത്തുന്നു. പിന്നെ അടുത്ത ട്രെയിനിങ് ഫോർ ഐറ്റംസ് ഇൻ ഡയറ്ററ്റിക്സ്. ഭക്ഷണക്രമത്തിലെ ഐറ്റത്തിനുള്ള പരിശീലനം നൽകുന്നു, ട്രെയിനിങ് പ്രൊവൈഡ് ചെയ്യുന്നു. ഇത്രയും കാര്യങ്ങളാണ് ഇന്ന് നോക്കിയത്. ഇപ്പൊ അടുത്ത ക്ലാസ്സിൽ ബാക്കി പറയുമ്പോൾ നമുക്ക് ഒബ്ജക്റ്റീവ്സ് ഒന്ന് ഞാൻ വായിപ്പിക്കാം കേട്ടോ. ഓക്കെ, അടുത്ത ക്ലാസ്സിലേക്ക് നിങ്ങൾ ഇതിന്റെ പ്രിന്റഡ് നോട്ട് എടുത്ത് വെക്കണം കേട്ടോ. ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ പറയാൻ മറന്നു ഇതാണ് നിങ്ങളോട് അടുത്ത ചാപ്റ്റർ പ്രിന്റ് എടുത്ത് വെക്കണം എന്നുള്ളത്. ജസ്റ്റ് നമ്മൾ കുറച്ച് ഇൻട്രൊഡക്ഷൻ ഒന്ന് പറഞ്ഞു, പിന്നെ ഒബ്ജക്റ്റീവ്സ് ആണ് പറഞ്ഞുള്ളൂ. ഓക്കെ, സമയമുള്ളത് കൊണ്ട് ഞാൻ അടുത്ത സ്റ്റാർട്ട് ചെയ്താണ്. ഓക്കെ അല്ലേ? എന്താണ് ഡയറ്ററി സർവീസ് എന്ന് പറഞ്ഞു, അതിന്റെ ഒബ്ജക്റ്റീവ്സ്. ഇത്രയും അടുത്ത ക്ലാസ്സിലേക്ക് ഒന്ന് വായിച്ചിട്ട് വന്നു കേട്ടോ. ഓക്കെ, നെക്സ്റ്റ് ട്യൂസ്ഡേ നമുക്ക് ക്ലാസ് ഉള്ളത്. ഓക്കെ അല്ലേ? ഓരോ ഡിപ്പാർട്ട്മെന്റ് ഒക്കെ നമ്മൾ പഠിച്ചു വരുമ്പോഴും നമ്മൾ ഇനി ഹോസ്പിറ്റലിലൊക്കെ പോകുമ്പോൾ നിങ്ങൾ അതൊക്കെ ഒന്ന് ശ്രദ്ധിച്ചു പോവുക കേട്ടോ. ഇപ്പൊ നമ്മള് ഡയറ്ററി ഡിപ്പാർട്ട്മെന്റ് ചെല്ലുമ്പോൾ നമ്മള് ഹോസ്പിറ്റലിലൊക്കെ ചെല്ലുമ്പോൾ അവരെങ്ങനെയാ അതൊക്കെ ചെയ്യുന്നത്, അല്ലെങ്കിൽ നമുക്കത് ഡെലിവറി ചെയ്യുമ്പോഴോ അല്ലെങ്കിൽ അങ്ങനെ ഒന്ന് ശ്രദ്ധിച്ചു നോക്കാം കേട്ടോ. ഓക്കെ, ഇതിന്റെ ഒബ്ജക്റ്റീവ്സ് നോക്കി വെക്കാം. 6 പോയിന്റ്സ് ആയിട്ട് തന്നേക്കുന്നത്. ഓക്കെ, ക്ലാസ് വൈൻഡപ്പ് ചെയ്യാണ്. കേട്ടോ നെക്സ്റ്റ് നിങ്ങൾക്ക് ജസ്റ്റ് ഒന്ന് മാറി കയറുന്നുള്ളൂ. വേറെ എനിക്ക് ക്ലാസ് ഉള്ളതുകൊണ്ട് അങ്ങനെ അത് അഡ്ജസ്റ്റ് ചെയ്തതാണ് കേട്ടോ. ഓക്കെ, താങ്ക് യു മാം. Thank you, ma'am. താങ്ക് യു.